നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നീർനാഗം എന്ന പാഠമാണ്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതൊരു പഴഞ്ചൊല്ലാണ് അല്ലേ? പഴഞ്ചൊല്ലുകളും കടങ്കഥകളെ പോലെ നമ്മുടെ പൂർവികരിൽ നിന്നും കൈമാറി നമുക്ക് കിട്ടിയതാണ്. നീർക്കോലി എന്നുള്ളതൊരു പാമ്പാണ്. ശുദ്ധജലത്തിലാണത് ജീവിക്കുന്നത്. തോട്, കുളം, അതുപോലെ വയലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് ഈ നീർക്കോലി പാമ്പിനെ കാണുക. തവളയും മീനും ഒക്കെയാണ് അതിൻ്റെ ഭക്ഷണം. വിഷമില്ലാത്ത ജീവിയാണ്. വിഷമില്ലാത്ത ഈ ജീവി കടിച്ചാൽ, ഈ പാമ്പ് കടിച്ചാൽ പിന്നെ അത്താഴം മുടങ്ങുന്നത് എങ്ങനെയാണ് എന്നാണ് സംശയം വരിക. പാമ്പ് കടി ഏൽക്കുന്നത് പൊതുവെ രാത്രിയിലായിരിക്കും, ഇരുട്ടത്തായിരിക്കും അല്ലേ? പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ വഴിയിൽ. ഇരുട്ടത്താകുമ്പോൾ അങ്ങനെ കാണില്ല. പ്രത്യേകിച്ച് ഈ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടായത് നമ്മുടെ ഈ വൈദ്യുതിയൊക്കെ വരുന്നതിനും വളരെ മുമ്പേ ഉള്ള നമ്മുടെ പൂർവികരിൽ നിന്നുമാണ് ഈ പഴഞ്ചൊല്ലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇരുട്ടത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് നീർക്കോലിയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. നീർക്കോലിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക അല്ലേ? അതിൻ്റെ വലിപ്പവും ആകൃതിയും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ പൂർവികർ പറയും, നീർക്കോലിയാണെങ്കിലും കുഴപ്പമില്ല, ഇന്ന് അത്താഴം കഴിക്കണ്ട എന്ന് വെച്ചാൽ പരിപൂർണമായ വിശ്രമം വേണം ശരീരത്തിന് എന്നാണ് പാമ്പ് കടി ഏറ്റാൽ. കാരണം ഇത് രക്തത്തിലൂടെ, ഇതിൻ്റെ വിഷം ഉണ്ടെങ്കിൽ, വിഷമുള്ള പാമ്പാണെങ്കിൽ വിഷം രക്തത്തിലൂടെ എല്ലായിടത്തും വ്യാപിക്കുമല്ലോ, ശരീരത്തിന് എല്ലായിടത്തും വ്യാപിക്കും. അത് കൂടുതൽ അപകടത്തിന് കാരണമാകും. അതുകൊണ്ടാണ് അത്താഴം കഴിക്കണ്ട എന്ന് പറയുന്നത്. വിശ്രമിക്കുന്ന സമയത്ത് അത്താഴം കഴിച്ചിട്ടാണ് വിശ്രമിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ശരീരം പ്രവർത്തിക്കണമല്ലോ. ദഹനപ്രക്രിയയുടെ ഭാഗമായിട്ട് ശരീരം പ്രവർത്തിച്ചാൽ മാത്രമേ ദഹിക്കുകയുള്ളൂ ഭക്ഷണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ദഹനപ്രക്രിയയുടെ ഭാഗമായി ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ രക്തം എല്ലായിടത്തും എത്തും, രക്തയോട്ടം കൂടും. അപ്പോൾ ആ രക്തത്തിലൂടെ വിഷാംശം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും. അതുകൊണ്ടാണ് അത്താഴം കഴിക്കണ്ട എന്ന് നമ്മുടെ പൂർവികർ പറയുന്നത്. വീട്ടിലെ മുതിർന്നവരൊക്കെ അങ്ങനെ പറയും. അതുകൊണ്ടാണ് നീർക്കോലിയാണെങ്കിലും അത് കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നീർക്കോലിയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ്. പാഠം വായിക്കാം. നീർനാഗം. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പനുണ്ടായിരുന്നു. ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെപ്പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, നമ്മുടെ എഴുത്തുകാരൻ്റെ നാട്ടിൽ, ഈ പാഠം എഴുതിയയാളുടെ നാട്ടിൽ, എഴുതിയാൾ ആരാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ടായിരുന്നു അല്ലേ? ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ്, 6-7 വയസ്സുള്ളപ്പോൾ നടന്നതാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ബമ്പൻ. ആരാണ് ബമ്പൻ? പാമ്പിനെ കൊല്ലുന്ന ബമ്പൻ ഉണ്ടായിരുന്നു അല്ലേ? വമ്പൻ നമ്മൾ പറയാറില്ലേ? കേമൻ, മെടുക്കനായ ഒരാൾ എന്ന് പറയാറില്ലേ? അപ്പോൾ പാമ്പ് പിടുത്തത്തിൽ കേമനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ. പൊതുവെ കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും ഓരോരുത്തരായിരിക്കും ഹീറോ ആയിട്ട് വരിക അല്ലേ? ചില പ്രായത്തിൽ ഡ്രൈവറൊക്കെ ആയിരിക്കും അവരുടെ ഹീറോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ പോലീസുകാരായിരിക്കും അല്ലേ? പട്ടാളക്കാർ. പിന്നെ ഫുട്ബോൾ പ്ലെയർ, അവരൊക്കെ മാറും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിലെ നായകന്മാരൊക്കെ ആയിരിക്കും കുട്ടികളുടെ ആരാധനാ കഥാപാത്രങ്ങൾ. അങ്ങനെ ഓരോ പ്രായത്തിലും ഓരോ കാലത്തും ഈ ആരാധനാ കഥാപാത്രങ്ങൾ മാറി മാറി വരും. 6-7 വയസ്സുള്ള നമ്മുടെ ലേഖകന് കുട്ടിക്കാലത്തെ ആഗ്രഹം പാമ്പ് പിടുത്തക്കാരനാകണം എന്നതായിരുന്നു. അദ്ദേഹം ആദ്യം എതിരിട്ടതൊരു നീർനാഗത്തോടാണ്. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം, തോട്ടിൽ
ആമ്പലിൻ്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുരുക്കുണ്ടാക്കി, എന്നിട്ട് സാവധാനം, വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വച്ച് ചിണുക്കി ഒരു വലി. ദാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി. സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ വളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു. അപ്പോൾ ആദ്യമായി ഒരു പാമ്പിനെ പിടിച്ച വീരകഥയാണ് പറയുന്നത്. പാമ്പ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? തോട്ടിൽ, അല്ലേ? തോട്ടിലെ വെള്ളത്തിൽ ആമ്പൽപ്പൂവിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വല്ല പരൽമീനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലക്ഷ്യം വിട്ട് നിൽക്കുകയാണ് പാമ്പ്. തനിക്കെതിരെ ഒരു കുരുക്ക് വരുന്നതൊന്നും പാമ്പ് അറിഞ്ഞില്ല. അപ്പോൾ നീർക്കോലി എന്ന ഈ പാമ്പിനെ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുരുക്കിട്ട് അതിൻ്റെ കഴുത്തിലൂടെ ഇട്ട് അതിനെ പിടിച്ചു. പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റിയല്ലേ? കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ആ പാമ്പിനെ പിടിക്കാൻ ലേഖകന് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? തൻ്റെ ഈ വീരകഥ എല്ലാവരെയും അറിയിക്കണ്ടേ? അതിനായി ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയാണ് ഈ പാമ്പിനെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുപോയി പാമ്പിനെ പ്രദർശിപ്പിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട വീരകൃത്യം ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരെയും കിട്ടി. അദ്ദേഹത്തിൻ്റെ പ്രായമുള്ളവരെയും അതുപോലെ അതിനേക്കാൾ ചെറിയവരെയുമായ കുറേ കൂട്ടുകാരെയും ശിഷ്യന്മാരെയും അദ്ദേഹത്തിന് കിട്ടി. നീർക്കോലി, ഇതാണ് നീർക്കോലി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ചെറിയൊരു പാമ്പാണ്. നേരം ഉച്ചയായി. വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിൻ്റെ അടുത്തു തന്നെ 2-3 ചൂരൽ വടികൾ തിരുകിയിട്ടുണ്ട്. പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടതിന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവടക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വറുക്കുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസമുണ്ട്. അപ്പോൾ പാമ്പിനെ ഓരോ സ്ഥലത്തും പ്രദർശിപ്പിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ. വിശപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വിശപ്പ് തോന്നിത്തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. വരാന്തയിലെ കൗക്കോലിന് ആയിട്ടത് തൂക്കിയിട്ടു. അതിനടുത്തായിട്ട് വേറെയും കുറേ സാധനങ്ങളുണ്ട്. എന്തായത്? ചൂരൽ വടികൾ, അല്ലേ? പല വലിപ്പത്തിലുള്ള പല സൈസിലുള്ള ചൂരൽ വടികളുണ്ട്. അതിലേറ്റവും മുഴുപ്പുള്ളത് തന്നെ തല്ലാനുള്ളതാണ് എന്ന് വളരെ ലാഘവത്തോടെ പറയുകയാണ് നമ്മുടെ ലേഖകൻ, അല്ലേ? സ്വന്തം അനുഭവങ്ങളിൽ പോലും ഹാസ്യം കലർത്തി അവതരിപ്പിക്കുകയാണ്. തന്നെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും വളരെ നിസ്സാരം എന്നതുപോലെയാണ് അദ്ദേഹം പറയുന്നത്. അതിലെ ഏറ്റവും മുഴുപ്പുള്ളത് തന്നെ തല്ലാനുള്ളതാണ് എന്ന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം ആരാണ് കൊണ്ടുവരുന്നത്? ബാപ്പയാണ്. ബാപ്പ തടിക്കച്ചവടക്കാരനാണ്. അപ്പോൾ തടിക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് മരം മുറിക്കാനൊക്കെ പോകുമല്ലോ. ആ സമയത്ത് ചൂരൽ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നിടത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ചു വെക്കും, വികൃതികളായ തൻ്റെ മക്കൾക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും കറി ആയിട്ടുണ്ടായിരുന്നില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അയൽപ്പക്കത്തേക്ക് പോയി. ഞാൻ അയൽപ്പക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടായി. പാമ്പിനെ പിടിച്ച ആളല്ലേ. അപ്പോൾ അവരൊക്കെ വീരപുരുഷനെ പോലെ കാണുകയാണ് ഈ നേതാവിനെ. ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു. അപ്പോൾ പാമ്പിനെ പിടിച്ച വീരനല്ലേ, അതുകൊണ്ട് തന്നെ
എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കാണിക്ക വയ്ക്കാൻ എന്തുപോലെ നിൽക്കുകയാണ് ശിഷ്യഗണങ്ങൾ. അപ്പോൾ തേങ്ങാപ്പൂളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. വരേണ്ട താമസം, കൈ നീട്ടേണ്ട താമസം എടുത്ത് കൊടുക്കുന്നു. അത്രയും വലിയ വീരകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പൂളൊക്കെ ചവച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാപ്പയുടെ കഠോരമായ വിളി. ബാപ്പ ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ല, കഠോരം എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായ ഉറക്കെയുള്ള ബാപ്പയുടെ ആ വിളിയൊച്ച കേൾക്കുകയാണ്. എടാ, അല്ലേ, ഉറക്കെയാണ് വിളിക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ട് ആ ശബ്ദം. ഓ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു. കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടുമുയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുന്നിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കുണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചൂരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ചില സംഭവ വികാസങ്ങൾ വീട്ടിലുണ്ടായി. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ബാപ്പയുടെ വിളിയൊച്ച കേട്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായിരുന്നു സംഭവം? വീട്ടിലെത്തിയ ബാപ്പ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ഉച്ച നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ വിരിച്ച്, അല്ലേ, നിസ്കാരപ്പായൊക്കെ വിരിച്ച് കാലൊക്കെ കഴുകി ദൈവത്തെ എന്താണ് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് വിരിയിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പാമ്പിനെ കണ്ടത്. എന്തായാലും പ്രാർത്ഥനയ്ക്കിടയിൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. പ്രാർത്ഥന പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബാപ്പ ഉമ്മായി വിളിക്കുന്നത്. എടീ, ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണ് എടീ അത്? ഒരു നീർക്കോലി കുഞ്ഞാണ്. നീർക്കോലി പാമ്പിനെയാണ് കാണുന്നത്, ഒരു കുഞ്ഞു നീർക്കോലിയാണ് കാണുന്നത്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ, അല്ലേ, വീട്ടിൻ്റെ ഉള്ളിലാണ് നീർക്കോലി പാമ്പുള്ളത്. അതിന് വളരെ നിസ്സാരമായിട്ടൊരു നീർക്കോലി കുഞ്ഞ് എന്നൊക്കെ പറയുകയാണ് ഭാര്യ. എന്നാൽ നീ അതിനെ കൊണ്ടുപോയി വളർത്തിക്കോ, പാലൊക്കെ കൊടുത്ത് വളർത്തിക്കോ എന്നാണ് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ബാപ്പ പറയുന്നത്. എന്നാൽ നീ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാനെന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്? ഞാൻ പറ്റതാണോ? അമ്മയും മോശമില്ല, അല്ലേ? ഉമ്മ എന്താ പറഞ്ഞത്? ഞാൻ വളർത്തുന്നത് എന്തിനാണ്? എനിക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവിടെ. പാമ്പിൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പെറ്റതല്ലല്ലോ ആ നീർക്കോലി കുഞ്ഞിനെ. ഉമ്മ പെറ്റതല്ല ആ നീർക്കോലി കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് വളർത്തണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം? ഇപ്പോൾ ബാപ്പ ആ പറഞ്ഞതൊട്ടും ശരിയായില്ല എന്ന് കുട്ടിക്കും തോന്നി. പിന്നെ ഇതെന്തിനാടി? ഞാൻ എങ്ങനെ അറിയാനാണ്? അമ്മ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് അറിയുക ഇതെങ്ങനെ ഇവിടെ എത്തിയത് എന്ന്? ഇവിടെ ഇതെങ്ങനെ വന്നെടി? ഞാനെങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും, അല്ലേ? അമ്മയ്ക്കറിയാം വീട്ടിൽ എന്ത് കുസൃതി തരങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുന്നിൽ നിൽക്കുന്നയാൾ തൻ്റെ മൂത്ത പുത്രനായിരിക്കുമെന്ന്. അതുകൊണ്ട് ഉമ്മ പറഞ്ഞു അത് അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. ആരാണ് അവൻ? നമ്മുടെ ബഷീർ ലേഖകൻ. അവൻ എവിടെയടി? അവിടെ എങ്ങാനും കാണും. അപ്പോൾ അവിടെ എങ്ങാനും കാണും എന്നതിന് ശേഷമാണ് ഈ വിളിയൊച്ച മുഴങ്ങിയത്. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. അട്ടഹാസം, അലർച്ച, അല്ല, ആ ദേഷ്യത്തോടു കൂടിയുള്ള വിളിയാണ്. പാമ്പിനെയല്ലേ വീട്ടിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തോടെയാണ് ഉറക്കെ മകനെ അപ്പുറത്തെ വീട്ടിലേക്ക് കേൾക്കാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. സന്നിധി എന്ന് പറഞ്ഞാൽ സമീപം, അടുത്ത്, ബാപ്പയുടെ അടുത്തേക്ക് ചെന്നു. നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു, അല്ലേ? നീർനാഗം അവിടെ ഇങ്ങനെ ആടുകയാണ്.
അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായി ബാപ്പ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി നടപടികൾ എന്തൊക്കെയായിരിക്കാം എന്ന് കണ്ട് തന്നെ അറിയണമെന്ന് മനസ്സിലായി. എന്താടാ ഇത് ബാപ്പ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം അല്ലേ, പുതിയ പേരൊക്കെ ഇട്ടിരിക്കുകയാണ്, പരിഷ്കരിച്ചൊരു പേരൊക്കെ കൊടുത്തിരിക്കുകയാണ് നീർക്കോലിക്ക്, നീർനാഗം. ഉമ്മ മകൻ്റെ കൂടെയാണ് അല്ലേ. ഉമ്മ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ, പള്ളിക്കൂടത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തതായിരിക്കും. നീർക്കോലിക്ക് നീർനാഗം എന്നൊക്കെ ആയിരിക്കും പാഠപുസ്തകത്തിൽ കുഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾ നീർക്കോലിയെ കണ്ടാൽ നീർനാഗം എന്നല്ലേ പറയുക? ബഷീർ എങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാലോ അല്ലേ. നീർക്കോലിയെ നമുക്കും നീർനാഗം എന്ന് വിളിക്കാം അല്ലേ. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വച്ചിട്ടുറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് സംഭവം? അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പാമ്പ് കളിക്കാരനുണ്ടായിരുന്നു. പാമ്പ് കളിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പാട്ടിമാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പാമ്പിനെ ഇണക്കി മകുടി ഉപയോഗിച്ച് അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ട് ജീവിക്കുന്നവരാണ് പാമ്പാട്ടികൾ. കണ്ടോ എങ്ങനെ പാമ്പിനൊരു കൊട്ടയിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് മകുടി ഊതുന്ന കണ്ടോ അദ്ദേഹം. അതിൻ്റെ ശബ്ദത്തിനനുസരിച്ചിട്ട് ഈ പാമ്പ് തലയൊക്കെ ആട്ടി കളിക്കും. അപ്പോൾ അതൊക്കെ വളരെ ആകർഷകമാണ്. അത് കാണുകയും അത് കാണുന്ന ആൾക്കാർ അദ്ദേഹത്തിന് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോരുന്നത് അവരാണ് പാമ്പ് കളിക്കാർ. പാമ്പിനെ കളിപ്പിക്കുന്നവരും പാമ്പാട്ടിമാർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാമ്പാട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പാമ്പാട്ടി തെരുവിലൊക്കെ പ്രദർശിപ്പിച്ച് പാമ്പിനെയും കളിപ്പിച്ച് ഒടുവിൽ വിശ്രമിക്കാനായിട്ടൊരു പറമ്പിൽ കിടക്കുമ്പോഴാണ് പാമ്പിനെ കാണാതാവുന്നത്. പാമ്പിനെയും പാമ്പിൻ്റെ കൂട്ടയും ഒന്നും കാണുന്നില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചതാണ്. ആരോ അത് മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. തൻ്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ കഞ്ഞി കുടിക്കാൻ ഒരു വകയുമില്ല. അതിനായി വീണ്ടും പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചു അദ്ദേഹം. അങ്ങനെ ആ നാട്ടിൽ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട്. പാമ്പുകളുടെ പിന്നാലെ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പാമ്പ് ഏതാണ്? അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് പിടിക്കാനും കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. ഒരുപാട് പാമ്പുകളുള്ള സ്ഥലമാണ്. പക്ഷേ വലിയ പാമ്പുകളെയൊന്നും കിട്ടിയില്ല, മൂർഖൻ പാമ്പിനെയൊന്നും കിട്ടിയില്ല. പകരം നീർക്കോലികളെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. എന്നിട്ടോ പാരുങ്കോ നീർനാഗം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി അല്ലേ. വന്ന് നോക്കൂ, ദാ നീർനാഗത്തെ കണ്ടോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ട് ഈ നീർനാഗത്തെ കണ്ടിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും അതിശയം തോന്നണോ? ഒന്നും തോന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ തമിഴിൽ നിന്നുമാണ് നീർനാഗം. അതൊന്ന് ശരിക്കും നാഗത്തെ നാഗമാക്കി നമ്മുടെ ലേഖകൻ ഉപയോഗിച്ചു എന്ന് മാത്രം. നീർനാഗം എന്ന പേര് കിട്ടിയത് അങ്ങനെ ആ തമിഴനിൽ നിന്നുമാണ്, പാമ്പ് കളിക്കാരനിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ. അപ്പോൾ നീർനാഗം എന്നുള്ള പേര് തനിക്ക് നൽകിയതിന് തമിഴ്നാട്ടിനോട് അദ്ദേഹം നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ? എടാ, ബാപ്പ പറഞ്ഞു, ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വച്ചത്? ഞാൻ മിണ്ടിയില്ല. നാട്ടിലെ വലിയ പാമ്പ് പിടുത്തക്കാരനാകാനുള്ള ശ്രമത്തിൻ്റെ ആദ്യ പടിയാണിത് എന്ന് പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽവടി കൊണ്ട് 1/4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു. വലിയ വികൃതിയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ.
പറമ്പിലും അവിടെ ഇവിടെയും കുളത്തിലും തോട്ടിലുമൊക്കെ ഇഴഞ്ഞു നടക്കുന്ന പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിനകത്തിടാമോ? വലിയ വികൃതിയല്ലേ കാണിച്ചത്? അപ്പോൾ ഇനി ഇതുപോലുള്ള വികൃതി കാണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനായി 2-3 അടി വെച്ചു കൊടുത്തു ബാപ്പ ലേഖകന്. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, അങ്ങനെ വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇടത്തരം അല്ലേ, എന്നാൽ തീരെ വേദനയില്ലാതെയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തരം അടിയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. ബാപ്പ എന്നെക്കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ചു. തോട്ടിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. അല്ലേ, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാ ജീവികൾക്കും ഉണ്ട്. നമ്മെ ഉപദ്രവിക്കാത്ത ഒരു ജീവിയെയും കാരണം കൂടാതെ ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു ഉപദേശവും കൊടുത്തു ബാപ്പ. മറ്റു ജീവികളോട് വളരെയധികം സ്നേഹമുള്ള ആളാണ് അല്ലേ ബഷീറിൻ്റെ ബാപ്പ. ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ ബാപ്പയും മകനും പാമ്പിനെ കൊണ്ടുപോയി തോട്ടിലിറക്കുന്നത്. ഇഷ്ടമായോ ബഷീറിൻ്റെ അനുഭവം? സർപ്പയജ്ഞം എന്ന അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതിയിലെ ഒരു ഭാഗമാണിത്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? ബഷീറിനെ കുറിച്ച് അറിയില്ലേ നിങ്ങൾക്ക്? ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹം കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് ജനിച്ചത് 1908. മരിച്ചത് 1994 ജൂലൈ 5. അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ടല്ലേ. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, പ്രേമലേഖനം, മതിലുകൾ, ആനവാരിയും പൊൻകുരിശും, ശബ്ദങ്ങൾ, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇനി നമുക്ക് പ്രവർത്തനം നോക്കാം. ചിരിച്ചു ചിരിച്ച് കഥ വായിച്ചല്ലോ. നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? പറയൂ. നിങ്ങൾക്ക് രസം തോന്നിയ, നിങ്ങളെ രസിപ്പിച്ച ഭാഗങ്ങൾ ഈ കഥയിൽ നിന്നും ഏതൊക്കെയാണെന്ന് പറയാം. കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നീർക്കോലിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങുന്നത്, തന്നെ അടിക്കാനുള്ള ചൂരൽ വടി ചൂണ്ടിക്കാണിക്കുന്നത്, പാമ്പിന് പാല് കൊടുത്ത് വളർത്താൻ ബാപ്പ ഉമ്മയോട് പറയുന്നത്, തനിക്ക് കിട്ടിയ അടിയുടെ വേദനയെക്കുറിച്ച് പറയുന്നത്, അതൊക്കെ രസകരമായ കാര്യങ്ങളാണല്ലേ. ഇനി അടുത്ത പ്രവർത്തനം കുസൃതി പതിപ്പ്. കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം. നീർനാഗത്തെ പിടിച്ച ബഷീറിൻ്റെ അനുഭവം നമ്മൾ വായിച്ചു. ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും? അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക, എന്നിട്ടതൊരു കുറിപ്പായി എഴുതുക. അടുത്ത പ്രവർത്തനം കഥാപാത്ര പരിചയം ആണ്. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ. ബഷീറിൻ്റെ ബാപ്പയുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തി പരിചയപ്പെടുത്തൽ കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അദ്ദേഹം നല്ല കുടുംബസ്നേഹിയാണ്, ദൈവവിശ്വാസിയാണ് അല്ലേ. മകനോട് വളരെയധികം സ്നേഹമുണ്ട്. വികൃതി കാണിക്കുമ്പോൾ ശിക്ഷിക്കാറുണ്ടെങ്കിലും മകനോട് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. അതുപോലെ സഹജീവികളോടും വളരെയധികം സ്നേഹമുണ്ട് അല്ലേ. അതൊക്കെ ഉൾപ്പെടുത്തി നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. കഥാപാത്ര പരിചയം. ബഷീറിൻ്റെ ബാപ്പ. ബഷീറിൻ്റെ ബാപ്പ ഒരു തടിക്കച്ചവടക്കാരനാണ്. നല്ല കുടുംബസ്നേഹിയാണ്. മക്കളോട് അതിയായ വാത്സല്യമുണ്ടെങ്കിലും വികൃതി കാണിച്ചാൽ ശിക്ഷിക്കാറുണ്ട്. നീർക്കോലി കുഞ്ഞിന് മുലപ്പാൽ നൽകി വളർത്താൻ ഭാര്യയോട് പറയുന്ന അദ്ദേഹത്തിന് നല്ല നർമ്മബോധമുണ്ടെന്ന് കാണാം. ദൈവവിശ്വാസിയായ അദ്ദേഹം പ്രാർത്ഥനയ്ക്കിടയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് എന്ന് ഉപദേശിക്കുന്ന ആ പിതാവ്
നല്ലൊരു സഹജീവി സ്നേഹി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റു ചോദ്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളിൽ നിന്നും കണ്ടെത്താം. കുട്ടിയായിരുന്നപ്പോഴുള്ള ബഷീറിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഉത്തരം: വമ്പനായ പാമ്പ് പിടുത്തക്കാരനാകണം എന്നാണ് കുട്ടിയായിരുന്നപ്പോൾ ബഷീർ ആഗ്രഹിച്ചത്. അടുത്തത്: ഏതിനോടാണ് ബഷീർ ആദ്യം എതിരിട്ടത്? ബഷീർ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടായിരുന്നു അല്ലേ? നീർനാഗത്തോടാണ്. മൂന്നാമത്തേത്: ബഷീർ പാമ്പിനെ പിടിച്ചത് എങ്ങനെ? ഒരു പച്ച ഈർക്കലിൻ്റെ അറ്റത്ത് കുരുക്കുണ്ടാക്കി അത് പാമ്പിൻ്റെ കഴുത്തിൽ കുരുക്കിയാണ് പാമ്പിനെ പിടിച്ചത്. കുറച്ച് അർത്ഥം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടാതെ കുറച്ച് ബമ്പൻ, വമ്പൻ ആണ്. കേമൻ എന്നുള്ള അർത്ഥമാണ്. നാഗം, പാമ്പ്. വഹിക്കുക, പേറുക, എടുക്കുക എന്നുള്ള അർത്ഥമാണതിന്. ഗണം, കൂട്ടം. കഠോരം, കഠിനമായ. നമ്മുടെ പാഠഭാഗത്ത് ഉറക്കെയുള്ള എന്നാണ് അർത്ഥം വരിക. സന്നിധി, സമീപം. അട്ടഹാസം, അലർച്ച. കുറച്ച് പര്യായ പദങ്ങൾ: പാമ്പ്, നാഗം, ഉരകം, പന്നകം. നീര്, ജലം, സലിലം, തോയം. വീട്, ഭവനം, ആലയം, ഗൃഹം. പിരിച്ചെഴുതുക: രണ്ടടി, 2 + അടി. അടുത്തങ്ങനെ, അടുത്ത് + അങ്ങനെ. തോന്നിത്തുടങ്ങി, തോന്നി + തുടങ്ങി. രണ്ടും ഉയർത്തി, രണ്ടും + ഉയർത്തി. വിഗ്രഹപദം: 4-5, 4-5. ശിഷ്യഗണം, ശിഷ്യന്മാരുടെ ഗണം. നീർനാഗം, നീരിലുള്ള നാഗം. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.